നമ്മൾ കുട്ടിക്കാലം മുതൽ പുരുഷന്മാരോട് പറയണെന്ന നീ ആണാണ്, ആണ് കരയാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ അവൻ എന്താ ചെയ്യുക? അതിങ്ങനെ ഈ സജഷനൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് ആണെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൂടാത്തതുകൊണ്ട് അവനത് എക്സ്പ്രസ് ചെയ്യുന്ന മിക്കവാറും ദേഷ്യം എന്ന രീതിയിലായിരിക്കും. സ്ത്രീ പൊട്ടിച്ചിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കാല് മടക്കി ഇരിക്കാൻ പാടില്ല, പുരുഷൻ്റെ പോലെ ഇരിക്കാൻ പാടില്ല, ഒരു കാലിൽ മേലെ മറ്റൊരു കാല് കയറ്റി ഇരിക്കാൻ പാടില്ല. അങ്ങനെ വന്ന സ്ത്രീ ഇതൊക്കെ നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടതാണ്. അതിനെ ഫോളോ ചെയ്യാൻ നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂഡ് സ്വിങ്സ് ഈ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അതൊരു സിറ്റുവേഷൻസ് ഉണ്ടാവും, എൻവയറമെൻറ്റ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു സ്ട്രെസ് ഫാക്ടർ ഉണ്ടാവും. അതിനോടൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതികൾ വ്യത്യസ്തമാണ്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾ കുറേയൊക്കെ അത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്ത് കരഞ്ഞൊക്കെ ആയിട്ട് റിലീസ് ചെയ്യും. അതേമാതിരി തന്നെ ഒരു ഡിപ്രഷൻ വരുന്ന സമയത്ത് സ്ത്രീകൾ മിക്കവരും കൺസൾട്ടേഷൻ എടുക്കാറുണ്ട്. പുരുഷന്മാർ ഒരിക്കലും ഈ കൺസൾട്ടേഷന് വളരെ റെയറായിട്ട് പോകാറുള്ളൂ. അവരിതും കൊണ്ട് മുന്നോട്ട് കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുരുഷന്മാരിൽ നിന്ന് സൂയിസൈഡ് ടെൻഡൻസിയും സൂയിസൈഡ് അറ്റംപ്റ്റ്സും കൂടുതലാണ്. ഏതൊരു വ്യക്തിയും ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇത് നടക്കാതെ വരുന്ന സമയത്താണ് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോവുക. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ സ്വന്തം ഭർത്താവ് കേൾക്കാതെ വരുമ്പോൾ എന്ത് പറ്റും? ഏതെങ്കിലും കേൾക്കുന്ന ഒരു വ്യക്തി അവരുടെ മുമ്പിൽ വരും. എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൊരു കേസാണ്. ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഓടിപ്പോയിട്ട് നട റോട്ടിൽ പോയിട്ട് തുണിയെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് പൂർണ്ണ നേക്കഡായിട്ട് നിന്നു. ആളുകളെല്ലാം കൂടി പിടിച്ചു കെട്ടി കൊണ്ടുവന്നു. അപ്പോഴേ എന്താണ് അവസ്ഥ? ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഒരിക്കലും ഒരു കൺസൾട്ടേഷൻ അവർ പോയില്ല. നാണക്കേട് വളർന്നിട്ട് മറ്റുള്ളവർ എന്താ അറിയുമെന്ന് ചിന്തിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ ഈ അവസ്ഥ, അതായത് അക്യൂട്ട് സൈക്കോസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും പുറത്ത് തുറന്നു പറയാൻ പറ്റാതെ സപ്രസ്സായി കൺട്രോൾ പോയി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞു, സമൂഹം മുഴുവൻ അറിഞ്ഞു. സൈക്കോളജിസ്റ്റുകൾ എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വന്നിട്ടുണ്ട്. കാരണം നമുക്ക് രണ്ട് കാര്യമാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയൻ്റ് അടുത്ത് എമ്പതി ആൻഡ് സിമ്പതി ഉണ്ട്. എമ്പതി എന്ന് പറഞ്ഞാൽ ഞാൻ എമ്പതി പ്രകടിപ്പിക്കുകയാണ്. സിമ്പതി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം എൻ്റെ പ്രശ്നമായിട്ട് മാറി അവരൊപ്പം ഞാൻ കരയുന്നു, ഞാൻ വീട്ടിലേക്ക് എടുക്കുന്നു. ഇത് വരുന്ന വ്യക്തി ആരാണെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. പേഷ്യൻസ് നമുക്ക് നല്ലപോലെ വേണം. ലിസൺ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ വ്യക്തിയെ നമ്മൾ കേൾക്കേണ്ട കാര്യം അവരോട് തന്നെ തിരിച്ച് നമ്മൾ പറയണം. ഒരു നിമിഷം പോലും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ ഇരിക്കരുത്. വരുന്ന ആൾ വലിയൊരു പ്രശ്നത്തിന് വലിയ പ്രതീക്ഷയോടുകൂടി വരുന്നത്. പ്രത്യേകിച്ചും ലേഡീസാണ് ഈ ഒരു ഇതിലേക്ക് വന്നത്. കാരണം ഈ സിമ്പതി എന്ന അവസ്ഥയിൽ അവരാണ് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് അവർ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവർ ഒരു ചെറിയ ഡിപ്രഷനിലേക്കും വേറെ ഇതിലേക്കും പോകുന്ന ഈ ഫീൽഡ് തന്നെ നിർത്തിവെച്ചിട്ടുള്ള ആളുകൾ എനിക്കറിയാം. ഇവിടെ ഫേമസ് ആയ ചില സെലിബ്രിറ്റി വരെ പേരെനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വന്നിട്ട് എനിക്ക് സൈക്കോളജി പഠിക്കണം. അവർ വിചാരം സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുന്നതാണ്. സ്വയം പരിഹാരം അത് അങ്ങനെ ഒരു തോന്നലാണ്, ഒരിക്കലും ഇല്ല. ഹായ് ഹലോ നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മി ഷിജ്ന ജോസ് പ്രകാശ്. മാനസിക ആരോഗ്യത്തെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ ഒഴിവാക്കുന്ന ഒരു ശീലമാണ്. ഓരോ ചിന്തയും ഓരോ വികാരവും ഓരോ ദിവസവും നമ്മളെ രൂപപ്പെടുന്നത് മാനസിക ആരോഗ്യത്തെ കൂടി ആശ്രയിച്ചാണ്. സൈക്കോളജിസ്റ്റ് ഡോക്ടർ ബിജു വർഗീസ് ആണ് ഇന്നെൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. താങ്ക് യു. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജീവിത സാഹചര്യം കൊണ്ട് തന്നെ ആളുകളെല്ലാവരും മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിലാണ്. ഇപ്പം ആസ് എ സൈക്കോളജിസ്റ്റ് ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന ഇപ്പം എത്രത്തിലുള്ള കേസസ് ആണ്? ക്ലിനിക്കിൽ അധികം വരുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, BPD എന്ന് പറയും. ഇത് കൂടാതെ ബൈപോളാർ ഡിസോർഡേഴ്സ്, രണ്ടും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ്. വ്യക്തിത്വ വൈകല്യങ്ങളെന്ന് പറയാം. ഈ കേസുകളാണ് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും ബൈപോളാർ ഡിസോർഡറും ഇത് രണ്ടും ഒന്നാണോ ശരിക്കും? എന്തെങ്കിലും വ്യത്യാസം? രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ഏകദേശം ലക്ഷണങ്ങൾ രണ്ടിനും സെയിം ആയിട്ട് തോന്നുമായിരിക്കാം, പക്ഷെ വളരെ വ്യത്യാസമുണ്ട്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിത്വ വൈകല്യം, നമ്മൾ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു വൈകല്യത്വമാണെന്ന് പറയാം. മറ്റേത് അങ്ങനെയല്ല. ശരിക്കും നമുക്ക് ജീനുകളിലും നമ്മുടെ ഒരു മൂഡ് ഡിസോർഡറായിട്ട് വരും. അതായത് അത് ജനറ്റിക്കായിട്ടൊരു പ്രോബ്ലം, ലൈഫ് ലോങ് നിൽക്കുന്ന പ്രോബ്ലം, ഒരു ഡെഫിനിറ്റ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരവസ്ഥ. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി നമുക്കൊരു ഫ്യൂ മിനിറ്റ്സ് തുടങ്ങി അവേഴ്സ് നീണ്ടു നിൽക്കുന്നു. മറ്റേത് ഫ്യൂ ഡേയ്സ് തുടങ്ങി ചിലപ്പോൾ
മന്ത്സ് നീണ്ടു നിൽക്കുന്ന ഒരു മെൻ്റൽ ഇൽനെസ് കണ്ടീഷനാണ്. രണ്ടും തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പം മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് ഇപ്പം സാധാരണ എല്ലാവർക്കും പറയാറുണ്ട് എനിക്ക് മൂഡ് സ്വിങ്സ് ആണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പല ഇമോഷൻസും നമ്മൾ കാണിക്കാറുണ്ട്. അപ്പം ഇതിൽ നിന്ന് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? മൂഡ് സ്വിങ്സ് ഈ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അതൊരു സിറ്റുവേഷൻസ് ഉണ്ടാവും, എൻവയറമെൻറ്റ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു സ്ട്രെസ് ഫാക്ടർ ഉണ്ടാവും. അതിനോടൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതികൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മളതിനെ വലിയ ഇതായിട്ട് റിയാക്ട് ചെയ്തൊന്നും വരില്ല. പക്ഷേ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ ഓവർ റിയാക്ട് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളൊരാളെ ഫോൺ വിളിച്ചു, അയാൾ അപ്പം തന്നെ എടുത്തില്ല, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വിട്ടു, റിപ്ലൈ ചെയ്തില്ല, നമുക്ക് നീരസം ഉണ്ടാവും, നമ്മൾ റിയാക്ട് ചെയ്തെന്ന് ഇരിക്കാം. പക്ഷേ അതിനൊരു ലെവലുണ്ട്. പക്ഷേ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തി റിയാക്ട് ചെയ്യുന്നത് ഓവർ റിയാക്ഷൻ ആയിരിക്കും. അവരെന്തൊക്കെ പറയും, എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതിനുശേഷം പിന്നീട് അവർക്ക് ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ തോന്നും. ഇതാണ് ഇവർക്ക് അവരെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മൂഡ് സ്വിങ് സാധാരണ ഒരു വ്യക്തിക്ക് അവർക്ക് മൂഡ് സ്വിങ് ഉണ്ടെന്ന് അവർക്ക് അറിയാം. പക്ഷേ അത് മാനേജബിൾ ലെവലിലായിരിക്കും അവർ മാനേജ് ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അവരുടെ കൺട്രോൾ വിട്ട് അവർ ബിഹേവ് ചെയ്യും. ഇപ്പം ഈ ചിലപ്പോൾ ഈ രോഗാവസ്ഥ മനസ്സിലാവാതെ ആയിരിക്കും ചിലപ്പോഴൊക്കെ റിയാക്ഷൻസ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾ എങ്ങനെ ഇത് ശരിക്കും നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യണമെന്നും കൂടി ഒന്ന് പറയും. സാധാരണ ഒരു വ്യക്തിക്കോ ഫ്രണ്ടിനോ പരിചയമില്ലാത്തൊരു സിറ്റുവേഷനിൽ ഇവർ റിയാക്ട് ചെയ്യുന്ന സമയത്ത്, പക്ഷേ അധികം ഇവർ റിയാക്ട് ചെയ്യുന്ന ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലായിരിക്കുള്ളൂ. അവരായിട്ട് ഏറ്റവും അടുത്തുള്ളവരായിരിക്കും. എന്നെ ഇട്ടിട്ട് പോകുമോ, ഞാൻ ഒറ്റയായി പോകും, ഇതാണ് ഇവരുടെ മെയിൻ പ്രശ്നം. ആരെങ്കിലും ആയിട്ട് ഇവർ അടുക്കുകയാണെങ്കിൽ ഓവറായിട്ട് അടുക്കും. പക്ഷെ അത് റിലേഷൻഷിപ്പിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. ഏത് നിമിഷവും ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവും. അതിന് കാരണം ഇവർ തന്നെയായിരിക്കും മിക്കവാറും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത. അപ്പോൾ ഹസ്ബൻഡൊക്കെയാണ് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ ഒരുവിധം എന്നാലും ഇവരെ കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവരെ ഇമോഷനെ അവർക്കും ബുദ്ധിമുട്ടാണ്, കൂടെയുള്ളവർക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. ഓക്കെ, ഇപ്പം റിലേഷൻഷിപ്പ് പറഞ്ഞു, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും ഇവർ കൂടുതലായിട്ടും അഡിക്റ്റഡ് ആവുന്നുണ്ട്? പറഞ്ഞത് നല്ലൊരു ചോദ്യമാണ്. ഇവരുടെ അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ സെക്സ് അല്ലെങ്കിൽ അൺസേഫ് സെക്സിലേക്ക് ഇവർ പോകും. കാരണം ഇവർക്ക് എംപ്റ്റിനെസ് വരുന്ന സമയത്ത് ഒരു ഹോളോ ആയിരിക്കും ഇവരുടെ മൈൻഡ്. അപ്പോൾ അതിൽ നിന്ന് അവർ പ്ലഷർ കിട്ടാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നോക്കും. ആ പ്ലഷർ ഇല്ലെങ്കിൽ ഇവർക്ക് ഡിസ്കംഫർട്ടാണ്. അതിൽ ഏറ്റവും നല്ലത് ഇവർ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് എടുത്ത് ചാടാൻ സാധ്യതകളുണ്ട്. റിസ്കി ബിഹേവിയർ, അതായത് സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യാൻ, ഡ്രഗ്സ് പോലത്തുള്ള കാര്യങ്ങൾ അബ്യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ തരം ആക്ടിവിറ്റികൾ, ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയർ, എടുത്ത് ചാട്ടവർക്ക് ഭയങ്കര കൂടുതലായി വരും. വരായക ഇവർ ചിന്തിക്കാറേ ഇല്ല. എന്തെങ്കിലും ഒരു ഇതിൽ പോവും, ഒരു ഗ്യാങ്ങിലൊക്കെ ചെന്ന് പെടും. ഇവർക്ക് പ്ലഷർ കിട്ടുന്ന, ഇവർക്ക് ലോൺലെസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഏകാന്തം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ആരെങ്കിലും ആയിട്ട് അടുത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് ഇവർ സ്നേഹിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത. പക്ഷേ അതേപോലെ തന്നെ അവർ വിട്ടുപോകുന്നുള്ള പേടിയും ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇവർ എപ്പോഴും അതിൻ്റെ ഒരു ഫിയർ ഓഫ് അബാൻമെൻ്റ് ഉള്ളതുകൊണ്ട്, എന്നെ വിട്ടിട്ട് പോകുന്നുള്ള ഭയമുള്ളതുകൊണ്ട് ഇവരിങ്ങനെ ചേർത്ത് നിർത്താൻ മാക്സിമം ഓവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് തന്നെ മറ്റേ പാർട്ടിക്ക് ഇറിറ്റേഷനായിട്ട് അവരിട്ടിട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇപ്പം ഇങ്ങനൊരു രോഗാവസ്ഥയുള്ള ഒരാൾ ഡോക്ടറെ കാണാൻ വരുന്ന സമയത്ത് ചികിത്സ തുടങ്ങുകയാണെങ്കിൽ എത്ര നാൾ വരെ ഇതിൻ്റെ ഒരു ചികിത്സ ടൈം എത്രത്തോളം എടുക്കും? ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ എല്ലാവർക്കും മെഡിസിൻ ആവശ്യമില്ല. ചിലർക്ക് മെഡിസിൻ ആവശ്യമുണ്ട്. ഇവർ ചില സമയത്ത് ഹൈ ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഹൈ ആങ്സൈറ്റിയിലേക്ക്, അല്ലെങ്കിൽ ഓവർ ചിന്ത, മൂഡ് സ്വിങ്ങും, ഇൻറ്റൻസ് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ടെമ്പററി ആയിട്ട് ചിലപ്പോൾ ഒരു ഫ്യൂ മന്ത്സ് മെഡിസിൻ കഴിക്കേണ്ടി വരും. അത് കഴിയുമ്പോൾ ആ മെഡിസിൻ സാധാരണ നിർത്താം, ഡിപ്പെൻസ്. പക്ഷേ ഇവർക്കൊരു ഫോളോ അപ്പ് ആവശ്യമാണ്. ഇവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഞങ്ങളെപ്പോലുള്ള സൈക്കോളജിസ്റ്റുകളുടെ സൈക്കോതെറാപ്പി ട്രീറ്റ്മെൻറ്റുകളാണ്. അത് ഏകദേശം ലൈഫ് ലോങ് വേണ്ടി വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കുറച്ച് ആളൊക്കെ വരാതിരിക്കും, വന്നു കഴിയുമ്പോൾ വീണ്ടും ഇവർ തിരിച്ചു വരാറുണ്ട്. അപ്പോൾ ഒരു ഫോളോ അപ്പ് ഇവർക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ ഒരുവിധം സ്റ്റെബിലൈസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഓക്കെ വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഒരിക്കൽ എന്നൊക്കെ പറഞ്ഞ് വിടാറുണ്ട്. അപ്പോൾ ലൈഫ് ലോങ് ഇവർക്കൊരു സപ്പോർട്ട് ആവശ്യമുള്ളതാണ് ഇവർക്ക്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കായിരിക്കും കൂടുതലായിട്ടും ഇത്? സാധാരണ ഒരു ടീനേജ് തുടങ്ങി ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങും. നമ്മളൊരു 18 കഴിയുമ്പോഴാണ് ഒരിക്കലും ഒരു ഇത് ഡയഗ്നോസ് ചെയ്യാറുള്ളൂ. അതുവരെ ഡയഗ്നോസ് ചെയ്യാറില്ല. അപ്പോൾ 18-നും 20-ക്കും ഇടയ്ക്കാണ് സാധാരണ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അധികവും സ്ത്രീകളിലാണ്. മെയിലിനെയും ഫീമെയിലിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫീമെയിലിനാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഫക്റ്റ് ചെയ്യുന്നത്. അതേസമയം
ബൈപ്പോളാർ ഡിസോർഡറൊക്കെ രണ്ടുപേരും ഈക്വലിയാണ് വരുന്നത്. അപ്പോൾ ഒരു ഈ ഏജ് ഗ്രൂപ്പിലാണ് ഈ രണ്ട് പ്രോബ്ലംസും സാധാരണ കാണുന്നത്. അതെന്തുകൊണ്ടായിരിക്കും സ്ത്രീകളിൽ കൂടുതലായിട്ടും നമുക്ക് ബൈപ്പോളർ ഇപ്പോൾ ഈക്വലായിട്ട് കാണുന്നു പറയുന്നു, ബോർഡർ ലൈൻ സ്ത്രീകളിൽ കൂടുതലായിട്ടും കാണുന്നതിനുള്ള കാരണം? ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ സ്ത്രീകളിൽ എന്താണ് കൂടുതൽ കാണുന്നതെന്ന് ഇതുവരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല. അതൊരു സ്ത്രീകൾ ജനറലി ഒരു ഇമോഷണൽ ക്യാരക്ടറാണ്, പുരുഷന്മാർ ഫിസിക്കലാണെന്ന് പറയും. അപ്പോൾ ഇമോഷണൽ ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കാം ഇത് ഇമോഷനെ അഫക്റ്റ് ചെയ്യുന്നൊരു മെൻ്റൽ ഡിസോർഡർ ആയതുകൊണ്ട് സ്ത്രീകളെ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് അതായിരിക്കാം കാരണം. എക്സാക്റ്റ് അതിന് കാരണമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ബൈപ്പോളർ ഡിസോർഡർ ഈക്വലി രണ്ടുപേരിലും വരാം, കാരണം ഒരു ജെനറ്റിക്കലായ പ്രോബ്ലമാണ്. ഓക്കെ, ഇപ്പം ബൈപ്പോളർ ഡിസോർഡറിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും കാരണം എന്താ? ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ബൈപ്പോളാർ എന്ന് പറഞ്ഞ വാക്ക് തന്നെ രണ്ട് പോളാറിൽ നിൽക്കുക എന്നുള്ളതാണ്. ഒന്നിൽ മാനിക്, അല്ലെങ്കിൽ മാനിക് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആയിട്ടുള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള സ്റ്റേജ്, അല്ലെങ്കിൽ തീരെ ഡൗൺ ആയിട്ടുള്ള സ്റ്റേജ്. അപ്പോൾ ഇവർക്ക് ഒന്നില്ലെങ്കിൽ അവർ വളരെ ആക്റ്റീവായിട്ടിരിക്കും, ഭയങ്കര സന്തോഷത്തിലിരിക്കും, ഹൈ എനർജിയിലിരിക്കും. അതിനെയാണ് മാനിക് എപ്പിസോഡ് എന്ന് പറയാം. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പെട്ടെന്ന് താഴോട്ട് പോകുന്നു. എംപ്റ്റിനെസ്, ലോ മൂഡ്, സാഡ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കരയുന്നൊരവസ്ഥ, ഡിപ്രഷൻ. അതിനെ പറയുക ഡിപ്രഷൻ. ഈ ഡിപ്രഷനും മാനിയാക്കും രണ്ടും മാറി മാറി വരുന്ന ഒരു മൂഡ് ഡിസോർഡറാണ് ഈ പറഞ്ഞ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. അതൊരു മാനസിക രോഗമാണ്. മിക്കവർക്കും ലൈഫ് ലോങ് മെഡിസിൻ ആവശ്യമായിട്ട് വരും. സൈക്കോതെറാപ്പി മാത്രം ഇനഫായിട്ട് വരില്ല, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ തന്നെ എടുക്കേണ്ടി വരും. സാധാരണ ആൻറ്റി സൈക്കോട്ടിക് മെഡിസിൻ, മൂഡ് സ്റ്റെബിലൈസർ മെഡിസിൻ, ചിലപ്പോൾ അങ്ങനെ ഒരു SSRI ഗ്രൂപ്പിൽ പെടുന്ന മെഡിസിൻസ്, ആങ്സൈറ്റി കൺട്രോളുള്ള മെഡിസിൻ, 3-4 മെഡിസിൻ എടുത്ത് ലൈഫ് ലോങ് ഏകദേശം കണ്ടിന്യൂ ചെയ്യേണ്ടി വരും ഇതിൻ്റെ കാര്യങ്ങൾ. മിക്കവരും ഒരു ഇതൊക്കെ കുറഞ്ഞ മെഡിസിനൊക്കെ നിർത്തും, വീണ്ടും അവരുടെ അവസ്ഥ വളരെ മോശമായിട്ട് തിരിച്ചു വരുന്ന അവസ്ഥയാണ് വരുന്നത്. ഈ ബൈപ്പോളർ ഡിസോർഡർ ആയാലും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയാലും അവർക്ക് നോർമൽ ലൈഫിൽ മുന്നോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല, അവർക്ക് നോർമൽ ലൈഫ് മുന്നോട്ട് നയിക്കുകയും ചെയ്യും. ഈ സ്ട്രെസ് കൂടുതലായിട്ട് പുരുഷന്മാരാണ് ഇപ്പം അവരുടെ ഫീലിങ്സും വിഷമങ്ങളും പുറത്ത് പറയാതെ മനസ്സിൽ വെക്കുന്നത്. എനിക്കൊന്ന് കൂടുതലായിട്ടും പുരുഷന്മാരിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത് ഈ രോഗാവസ്ഥ. ഈ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾ കുറേയൊക്കെ അത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്ത് കരഞ്ഞൊക്കെ ആയിട്ട് റിലീസ് ചെയ്യും. അതേമാതിരി തന്നെ ഒരു ഡിപ്രഷൻ വരുന്ന സമയത്ത് സ്ത്രീകൾ മിക്കവരും കൺസൾട്ടേഷൻ എടുക്കാറുണ്ട്. പുരുഷന്മാർ ഒരിക്കലും ഇത് കൺസൾട്ടേഷന് വളരെ റെയറായിട്ട് പോകാറുള്ളൂ. അവരിതും കൊണ്ട് മുന്നോട്ട് കൊണ്ട് നടക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അതുകൊണ്ടാണ് പുരുഷന്മാരിൽ നിന്ന് സൂയിസൈഡ് ടെൻഡൻസിയും സൂയിസൈഡ് അറ്റംപ്റ്റ്സും കൂടുതലാണ്. സൂയിസൈഡ് വന്ന് മരിക്കുന്ന പുരുഷന്മാരും കൂടുതലാണ് സ്ത്രീകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതിൻ്റെ കാരണം ചിലപ്പോൾ അവരൊരു ഈഗോ കോംപ്ലക്സ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും അവരത് പുറത്ത് പറയാറില്ല. അവർ പുറത്ത് പുരുഷൻ നിരയിൽ വളരെ പുറത്ത് വേറൊരു പെർസ്യൂൺ, ഒരു മുഖംമൂടി അണിഞ്ഞ് ഇതിനെ സഫർ ചെയ്ത് മുന്നോട്ട് പോയി നടക്കും. പക്ഷേ എപ്പോഴെങ്കിലും സിറ്റുവേഷനിൽ ഇവർ താഴോട്ട് പോകും. സ്ത്രീകൾ കമ്പാരിറ്റീവ്ലി ഇത് പുറത്ത് എക്സ്പ്രസ് ചെയ്യാറുണ്ട്, കരയാറുണ്ട്, മറ്റുള്ളവരോട് പറയാറുണ്ട്. അങ്ങനെ മെഡിസിനോ അല്ലെങ്കിൽ അതിനുള്ള കൺസൾട്ടേഷനോ അതിനുള്ള മാർഗം സ്വീകരിക്കാറുണ്ട്. അതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈ സത്യത്തിൽ ചോദിക്കുമ്പോൾ ആഡ് ചെയ്യാണ്. ഇപ്പം പുരുഷന്മാർ ഇപ്പം കരയാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളൊക്കെ മനസ്സിൽ വെക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഫോളോ ചെയ്യുന്ന പുരുഷന്മാരും ഉണ്ട്. ഇത് ചിലതൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന പുരുഷന്മാർ ഇത് കാണുകയാണെങ്കിൽ ശരിക്കും അത്തരം ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണമെന്നാണോ ഡോക്ടറിന് പറയാനുള്ളത്? ഇത് നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടവരാണ്. നമ്മൾ കുട്ടിക്കാലം മുതൽ പുരുഷന്മാരോട് പറയണെന്ന് നീ ആണ് കരയാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ അവൻ എന്താ ചെയ്യുക? അതിങ്ങനെ ഈ സജഷൻ അവൻ കേട്ടിട്ടുള്ളതുകൊണ്ട് ആണെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൂടാത്തതുകൊണ്ട് അവനത് എക്സ്പ്രസ് ചെയ്യുന്ന മിക്കവാറും ദേഷ്യം എന്ന രീതിയിലായിരിക്കും. ഒരു കാരണവശാലും കരയിരുന്നാണ് അവൻ കണ്ടീഷൻ ചെയ്യപ്പെട്ടത്. സ്ത്രീകൾ നേരെ മറിച്ചു. അപ്പോൾ സ്ത്രീകൾക്കും കുറേ നിയന്ത്രണങ്ങൾ നമ്മുടെ സമൂഹം കൊണ്ടുവന്നിട്ടുണ്ട്. സ്ത്രീ പൊട്ടിച്ചിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കാലും മടക്കിയിരിക്കാൻ പാടില്ല, പുരുഷൻ്റെ പോലെ ഇരിക്കാൻ പാടില്ല, ഒരു കാലിൽ മേലെ മറ്റൊരു കാല് കയറ്റി ഇരിക്കാൻ പാടില്ല. അങ്ങനെ വന്ന സ്ത്രീ ഇതൊക്കെ നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടതാണ്. അതിനെ ഫോളോ ചെയ്യാൻ നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീക്ക് പൊട്ടിച്ചിരിക്കാൻ വന്നാൽ അത് സമ്മതിക്കില്ല സമൂഹം. കാരണം ചിരിച്ചു കഴിഞ്ഞാൽ എന്തോ അതേപോലെ തന്നെയാണ് പുരുഷൻ്റെ അവസ്ഥ. കരയാൻ അവന് തോന്നുന്നുണ്ടാവും, പക്ഷെ കരഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പുരുഷത്വത്തിന് എന്തോ കുറവാണെന്ന് കരുതിയിട്ട് അവനത് സപ്രസ് ചെയ്യും. സപ്രസ് ചെയ്യുന്ന ഇമോഷൻസ് എല്ലാം പ്രശ്നം തന്നെയാണ്. അതൊരു കാരണവശാലും സപ്രസ് ചെയ്ത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. പക്ഷേ റൈറ്റ് സിറ്റുവേഷൻ അല്ലാത്ത സമയത്ത് വേറെ രീതിയിലാണ് അവനത് പുറത്തേക്ക് പ്രകടിപ്പിക്കുക.
ഇപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള അവരുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻ കാരണം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആരുടെങ്കിലും ഒരാളുടെ നമ്മൾ ഷെയർ ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പൊ അതിനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടാവില്ല. ആ സമയത്താണ് ചിലപ്പോൾ ആത്മഹത്യയിലേക്കൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം, ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ ഒന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ അതൊരു മരുന്ന് എടുക്കണം എന്ന് ആരും ചിന്തിക്കുന്നില്ല. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്? ഈ പറഞ്ഞോണം പലരും ഷെയർ ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ റൈറ്റ് പേഴ്സണോട് ഷെയർ ചെയ്യാൻ തന്നെ കുറേ കാര്യങ്ങൾ ഈ ഉള്ളിൽ സ്ട്രെസ്സായിട്ട് കിടക്കുന്ന സാധനം ഷെയർ ചെയ്യപ്പെടുമ്പോൾ ഒരു റിലീസ് കിട്ടും. ഇന്നും മിക്കവർക്ക് അതില്ല. ഈ ലോൺലെസ് ആണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്നത്. ഇനി ഷെയർ ചെയ്യപ്പെട്ടാലോ ഈ വ്യക്തി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് പുറത്തു പോകുമെന്നുള്ളൊരു പേടി നമുക്കുണ്ടാവും. അപ്പോൾ ആ പറയുന്ന വ്യക്തി എത്രമാത്രം ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്ന ആളുടെ അടുത്ത് അവരിത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഷെയർ ചെയ്താലും ആ വ്യക്തി എത്രമാത്രം ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ പറയും പോട്ടെ എന്ന് പറയും, പക്ഷേ ഈ വ്യക്തി കംഫർട്ടല്ല. ആ വ്യക്തിക്ക് ഈ പറയുന്ന കാര്യത്തിൽ ഒരു എമ്പത്തറ്റിക് ലിസണുള്ള ഒരു വ്യക്തിയായിരിക്കും കേൾക്കേണ്ടത്. ഞങ്ങളവിടെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ഒരു കാര്യങ്ങൾ മുൻവിധി ഇല്ലാതെ കേൾക്കുക എന്നുള്ളതാണ് എമ്പത്തറ്റിക് ലിസണിങ് എന്ന് പറയും. അതിനുശേഷം അവർ വാലിഡേറ്റ് ചെയ്യാണ് ഇവർ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അവർക്കൊരു സപ്പോർട്ടായിട്ട് തോന്നും. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇത് നടക്കാതെ വരുന്ന സമയത്താണ് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോവുക. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ സ്വന്തം ഭർത്താവ് കേൾക്കാതെ വരുമ്പോൾ എന്ത് പറ്റും, ഏതെങ്കിലും കേൾക്കുന്ന ഒരു വ്യക്തി അവരുടെ മുമ്പിൽ വരും. മനുഷ്യനെ ഏറ്റവും കംഫർട്ട് വന്ന് നമ്മളെ കേൾക്കുക എന്നാണ്. അതിന് ശേഷമാണ് നമ്മളെ മനസ്സിലാക്കാവുന്നൊരു ഫീലിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഈ കേൾക്കുകയും ചെയ്യും, അവരെ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിലൊരു ആറ്റിറ്റ്യൂഡ് വരുന്ന സമയത്താണ് ഇവർക്കൊരു കംഫർട്ട് സാധാരണ കിട്ടുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത് കേൾക്കാണ്ട് വരുന്ന സമയത്താണ് ഒന്നില്ലെങ്കിൽ അത് ഉള്ളിൽ കിടന്ന് സപ്രസ് ചെയ്യപ്പെടും. അതാണ് ഓവറായി കഴിയുമ്പോൾ എൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടാവും. ഞാൻ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. ആങ്കർ, ചിലപ്പോൾ ഒരു എക്സ്ട്രീം സാഡ്നെസ്, ക്രൈ ഔട്ട് ചെയ്തൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ എല്ലാവർക്കും ഒരു റൈറ്റ് പേഴ്സൻ്റെ, ഒരു പ്രൊഫഷണൽ പേഴ്സൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതിൽ കംഫർട്ടായിട്ട് തെറാപ്പിയോ കൗൺസിലിങ്ങോ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റോ എടുക്കുകയാണെങ്കിൽ, എടുത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് തന്നെ മിസ്സാവുന്നൊരവസ്ഥ വരും. മിക്കവരും സൂയിസൈഡിലേക്കൊക്കെ എത്തുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇത് ഒഴിവാക്കാന്നുള്ളൊരു പ്രൊഫഷണൽ ഗൈഡൻസ്, സപ്പോർട്ട്, കൺസൾട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കേസിൽ. ഇപ്പം ചെറിയ കുട്ടികളടക്കം ഇപ്പം എനിക്ക് ഡിപ്രഷൻ ആണ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് മുതിർന്നവർ എന്തിനാണ് ഇത്രയും ഡിപ്രഷൻ അടിക്കാനുള്ളത്, അത് ചെറിയ കുട്ടികൾക്ക് അത് ബാധകമല്ലല്ലോ എന്ന രീതിയിൽ തമാശ രൂപേണ പറയാറുണ്ട്. ഈ ഡിപ്രഷൻ ഒരു പ്രായമുണ്ടോ, അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തിൽ പ്രായമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഈ ഡിപ്രഷനും സ്ട്രെസ്സിനൊന്നും പ്രായമൊന്നുമില്ല. നമുക്കൊരു 15 ദിവസത്തിൽ നീണ്ടു നിൽക്കുന്ന ഒരു ലോ മൂഡ്, ഒരു എംപ്റ്റിനെസ്, ഒരു സാഡ് ഫീലിങ്, ആരും ഇല്ലാത്തൊരവസ്ഥ, ഹെൽപ്ലെസ്, ഹോപ്പ്ലെസ്, അതായത് ഒന്നിലും പ്രതീക്ഷയില്ല, ഒറ്റയ്ക്കിരിക്കാൻ തോന്നുക, എന്തിലും നമ്മൾ കാണുമ്പോൾ നെഗറ്റീവ് മാത്രം കാണുക, ജീവിതത്തിനോട് താല്പര്യമില്ലാത്ത അവസ്ഥ. ഇതാർക്ക് ഏത് സമയത്ത് ഉണ്ടായാലും ഏത് ഏജിലുണ്ടായാലും അതൊരു ഡിപ്രഷനാണ്, മേജർ ഡിപ്രഷൻ ലക്ഷണങ്ങളാണ്. ലൈഫിൽ എപ്പോഴെങ്കിലും ലോ മൂഡ് വരാം, ചെറിയ ചെറിയ സാഡ് ഫീലിംഗ് ഒക്കെ വരാം. പക്ഷെ അത് നീണ്ടു നിൽക്കുന്നുണ്ട്, 15 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടിയായാലും വലിയവരായാലും ഈക്വലി സെയിം തന്നെയാണ്. അത് ചിലപ്പോൾ ആളുകൾക്ക് അറിയാതെ വരുന്ന സമയത്താണ് അപകടഘട്ടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുന്നത്. പലരെയും ഇവരൊക്കെ ചിലപ്പോൾ പറഞ്ഞാൽ പോലും പരിഗണിക്കപ്പെടില്ല. ചിലർ ചോദിക്കാറുണ്ട്, എൻ്റെ അടുത്ത് വന്ന് കൺസൾട്ടേഷൻ വന്ന ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്കൊരു കൺസൾട്ടേഷൻ വേണം, എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകും, വീട്ടുകാർ സമ്മതിക്കാറില്ല. നിൻ്റെ തോന്നലുകളാണ്, നീ അത് ചിന്തിച്ചുകൊണ്ടിരിക്കും, വിട്ടുകളാ, കൺസൾട്ടേഷനൊന്നും ആവശ്യമില്ല. എന്നിട്ട് നാളെ നിനക്ക് ഭ്രാന്തനെന്ന് പറയാനാണോ? എന്നിട്ട് അവിടെ പോയിട്ട് ആവശ്യമില്ലാത്ത മെഡിസിനൊക്കെ നിന്നോട് കഴിക്കാൻ പറയും. എന്താ അതിൻ്റെ ആവശ്യം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാണ്ട്? നീ അത് വിട്ടുകള, തോന്നലാണെന്ന് പറഞ്ഞ് ഇവരെ വിടും. പക്ഷെ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ, അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെയാണ് പലരും കടന്നു പോകുന്നത്. ഈ ആളുകൾക്ക് ഇപ്പോഴും മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത്, ഇപ്പം ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നത് ഒരു മാനസിക രോഗമായിട്ട് കാണും, അല്ലെങ്കിൽ പബ്ലിക്കിൽ അതൊരു വളരെ മോശം, ആരെങ്കിലും അറിഞ്ഞത് മോശമാണെന്ന ചിന്താഗതി ഇപ്പോഴും ഉണ്ടോ ആളുകൾക്ക്? ഇപ്പോഴും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വിദേശത്തൊന്നും അത്ര കാണുന്നില്ല, ഇവിടെ നല്ല പോലെയുണ്ട്. നമുക്കൊരു പനിയോ അല്ലെങ്കിൽ നമ്മൾ ഡയബറ്റീസോ ഇവൻ ഹാർട്ടിന് എന്തെങ്കിലും ക്യാൻസർ വന്നാൽ പോലും നമ്മൾ മറ്റുള്ളവരോട് പറയും, യെസ് എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട്, ഞാൻ മരുന്ന് കഴിക്കുന്നത്, എനിക്ക് മരുന്ന് താ ഡോക്ടറെ എന്ന് പറയും. ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് നിന്നും അദ്ദേഹം മരുന്ന് കഴിക്കാൻ പറയുന്ന സമയത്ത് മരുന്ന് ഇല്ലാതെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കുക.
മരുന്ന് കഴിക്കാൻ. കാരണം അവൻ്റെ മുമ്പിൽ സൈക്കാട്രി മെഡിസിൻ കഴിച്ചാൽ ഞാൻ ഭ്രാന്ത എന്നാണ് അറിയപ്പെടുന്നത്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, ഈ ഒരു ചിന്തയാണ്. ആദ്യം നമുക്ക് ഡിപ്രഷനിലൊക്കെ അവർ തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കാട്രിസ്റ്റ് തരുന്നത് നമ്മുടെ മൂഡിനെ എലിവേറ്റ് ചെയ്യാൻ സെറട്ടോണിൻ എന്ന് പറഞ്ഞ ഒരു ന്യൂറോ കെമിക്കൽ അത്യാവശ്യം. അതില്ലാതെ വരുന്ന സമയത്ത് അതിനെ കൂട്ടാൻ SSRI ഗ്രൂപ്പിൽ പെടുന്ന ഒരു മെഡിസിനാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്താൽ കഴിക്കില്ല. സൈക്കാട്രിസ്റ്റ് തരുന്ന എന്തും കുഴപ്പമാണെന്നുള്ള ധാരണ അവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മെഡിസിൻ കഴിഞ്ഞ് കുറച്ച് ദിവസം ഒരു റെഗുലർ ഡോസ് എടുത്തു കഴിഞ്ഞാൽ അവൻ ഓക്കെ ആയി. പക്ഷേ ഈ ഡിപ്രഷൻ നമുക്ക് എപ്പിസോഡുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചാലോ ലൈഫ് ലോങ് മെഡിസിൻ എടുക്കേണ്ട ആവശ്യം ചിലപ്പം വന്നിരിക്കാം. അതിൻ്റെ കൂടെ ഒരു മെഡിസിൻ അല്ല 2 or 3 മെഡിസിൻസ് ആഡ് ചെയ്യേണ്ടപ്പെടേണ്ടി വരും. എന്ന് മാത്രമല്ല ഈ സൂയിസൈഡ് പോലത്തെ ലൈഫ് തന്നെ നശിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. എന്നാൽ പോലും ആളുകൾ മെഡിസിൻ ഉപയോഗിക്കില്ല. എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൊരു കേസാണ് ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഓടിപ്പോയിട്ട് നട റോട്ടിൽ പോയിട്ട് തുണിയെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് പൂർണ്ണ നേക്കഡായിട്ട് നിന്നു. ആളുകളെല്ലാം കൂടി പിടിച്ചു കെട്ടി കൊണ്ടുവന്നു. അപ്പോഴേ എന്താണ് അവസ്ഥ? ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഒരിക്കലും ഒരു കൺസൾട്ടേഷൻ അവർ പോയില്ല. നാണക്കേട് വളർന്നിട്ട് മറ്റുള്ളവർ എന്തറിയുമെന്ന് ചിന്തിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ ഈ അവസ്ഥ, അതായത് അക്യൂട്ട് സൈക്കോസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും പുറത്ത് തുറന്നു പറയാൻ പറ്റാതെ സപ്രസ്സായി കൺട്രോൾ പോയി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞു, സമൂഹം മുഴുവൻ അറിഞ്ഞു. എന്ന് മാത്രമല്ല ആ കുട്ടിയെ പിന്നെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് ദിവസങ്ങളോളം ഹോസ്പിറ്റലിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അവർ തന്നെ എത്തിച്ചു. എന്നാൽ പോലും നമ്മുടെ സൊസൈറ്റി അത് അക്സെപ്റ്റ് ചെയ്യില്ല. മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ആവില്ല. പക്ഷെ നമുക്ക് മറ്റുള്ളവർക്ക് ചെറിയ തലവേദന പോലും വന്നാൽ പോയി ഡോക്ടറെ കാണാൻ അഡ്വൈസ് ചെയ്യും. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അതാണ് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു ഇത്. ഇപ്പോൾ ഇത്രയും വർഷത്തെ ഒരു ജേർണിയിൽ ഡോക്ടറിൻ്റെ കരിയറിൽ ഒരു കേസ് ഓർത്ത് പറയാൻ പറ്റുകയാണെങ്കിൽ മറക്കാനാത്ത കേസസ് ഉണ്ടോ? ഒത്തിരി ഉണ്ട്. ഞാനും പ്രത്യേകിച്ചും പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ട്രീറ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതുമായിട്ട് കുറേ കണക്റ്റഡ് ആയിട്ടുള്ള കേസുകളുണ്ട്. എസ്പെഷ്യലി DID, ഡിസസോസിയേറ്റ് ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്ന് പറയും. നമ്മൾ കേട്ടിട്ടില്ലേ ഈ പ്രേതബാധ എന്നൊക്കെ പറയുന്നത്. പ്രേതബാധ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ സമൂഹം വിളിക്കുന്നൊരു പേരാണ്, ഒരു വേറൊരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള കേസുകൾ വന്നിട്ടുണ്ട്. അതായത് സാധാരണ രീതിയിൽ ഇപ്പം ഒരു മുസ്ലിം പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് അവരെ വന്നതല്ല. എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അവർ വേറൊരു ഐഡൻറ്റിറ്റിയാണ്. അതായത് ഒരു ബന്ധമില്ലാത്ത ഒരു ദേവി അല്ലെങ്കിൽ ഭദ്രകാളിയുടെ പോലെ പെരുമാറുക, അങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ഖുറാനൊക്കെ ഓതി വളരെ നല്ല രീതിയിൽ സ്പിരിച്വലായിട്ട് ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഒരു സുപ്രഭാതത്തിൽ ഇവർ വേറൊരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറി. ഐഡൻറ്റിറ്റി ആരാ? ദേവിയാണ്. പിന്നെ ഇവരുടെ ബിഹേവിയർ എന്താ? ഖുറാൻ കണ്ടു കഴിഞ്ഞാൽ തല്ലി അത് അകത്തി വലിച്ചു കീറിക്കളയും. പകരം അവർ ഏതെങ്കിലും വഴിയിൽ അമ്പലമൊക്കെ ഉണ്ടെങ്കിൽ അവരവിടെ ഇങ്ങനെ കൈകൂപ്പാൻ തുടങ്ങുന്നു. പിന്നെ അതിനോട് താല്പര്യമായിട്ട് വരുന്നു. ബിഹേവിയറിലെല്ലാം മാറ്റം വരും. അപ്പോൾ അവരെന്താ ചെയ്യുക? സ്വാഭാവികമായിട്ട് ആദ്യം പോയിട്ട് ഉസ്താദ് ഇവരൊക്കെ കണ്ടു, കുറേ പൈസകൾ മുടക്കുന്നു, ആരൊക്കെ എന്തൊക്കെ ചെയ്തു വെച്ചതാണെന്നുള്ള ധാരണയ്ക്ക് വരും. ഇവിടെ വന്നപ്പോൾ എന്താ അതിൻ്റെ കാരണം? അടുത്ത ഒരു വീട്ടിൽ പോയി അവരൊരു ചെറുതായിട്ട് ജ്യോതിഷമൊക്കെ പറയുന്ന ഒരു ലേഡിയാണ്, ഹിന്ദു ലേഡിയാണ്. അവരടുത്തൊക്കെ പോയി വർത്താനം പറഞ്ഞപ്പോൾ അവർ എന്തോ ഒരു കാര്യം പറഞ്ഞ് ഇവരെ തലയിലേക്ക് കയറി. അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഭയത്തിൽ നിന്ന് ഇവർ സൃഷ്ടിച്ച ഒരു ഐഡൻറ്റിറ്റിയാണത്. ഇവിടെ വന്ന് ആൾ ക്ലിയറായിട്ട് പോയി. പക്ഷെ ആ വരുന്ന സമയത്തുള്ള ബിഹേവിയർ ഇത്തരം ബിഹേവിയറാണ്. അപ്പോൾ നമ്മൾ എന്ത് കരുതും? ഇതെന്തോ ബാധ കയറിയതാണ്, അല്ലെങ്കിൽ ഇത് വേറെ ദേവി കയറിയതാണ്. ഇതിന് മാർഗ്ഗം എന്താ? ഇതിന് മാർഗ്ഗം തീർച്ചയായിട്ടും വല്ല ഹോമോ പൂജയോ അല്ലെങ്കിൽ ഈ രീതിയിൽ അത് മാറുള്ളൂ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും. പക്ഷേ ഇതെല്ലാം തന്നെ സൈക്കാട്രിക് ഡിസോർഡേഴ്സാണ്. കാരണം ഒരു പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുന്ന ടെമ്പററി ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഡിസോർഡേഴ്സാണ്. ഇത് പറയുമ്പോൾ കണക്ട് ചെയ്യുന്നത്, ഇപ്പം ഒരാൾ ഒരു പ്രശ്നം എന്ന് പറയുന്ന സമയത്ത് ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കും അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കും. പക്ഷെ നമുക്ക് സ്വയം അതിന് ഒരു ക്ലാരിറ്റി ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ട്? കറക്റ്റാണ്. നമുക്ക് അങ്ങനെ ഒരു സ്കില്ല് ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ ഒത്തിരി പേർക്ക് മറ്റുള്ളവർക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ, കാരണം ആ സമയത്ത് ഞാൻ റിലാക്സ്ഡ് മൈൻഡാണ്. റിലാക്സ്ഡ് മൈൻഡിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കാം, ഐഡിയാസ് ഉണ്ട്, ക്രിയേറ്റീവാണ്, നമ്മൾ ആലോചിക്കും. അപ്പോൾ ഈ വ്യക്തിക്ക് ഇതിനൊരു സൊല്യൂഷൻ എന്താണ്, അതൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കും. കാരണം അഫക്റ്റഡ് ആയ വ്യക്തി ഞാനല്ല, മറ്റേ വ്യക്തി അഫക്റ്റഡ് ആയ പേഴ്സണാണ്. അഫക്റ്റഡ് ആയ വ്യക്തിക്ക് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല. അയാൾ സ്ട്രെസ് മോഡിലാണ്. സ്ട്രെസ് മോഡിലിരിക്കുന്ന സമയത്ത് അയാളുടെ ലിംബിക് സിസ്റ്റം എന്ന് പറയും, ഇമോഷണൽ ബ്രെയിനാണ് ആക്ടിവേറ്റ് ആവുന്നത്. അയാളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്, അവിടെയാണ് നമ്മുടെ തിങ്കിങ് ബ്രെയിൻ, അത് വളരെ ലെസ് ആക്ടിവേറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ എപ്പം നമ്മൾ ബാക്ക് ടു നോർമൽ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സൊല്യൂഷൻ നമ്മുടെ ഉള്ളിലുണ്ടാവും.
അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഈ വരുന്ന ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് വരുന്നവർ ചോദിക്കും, ഓക്കെ ഇമാജിൻ ഓർ സപ്പോസ്, റിയലി അല്ല, നിങ്ങളുടെ ഒരു ഫ്രണ്ടിനാണ് ഇതേ സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അവരെ സഹായിക്കാൻ പറ്റുന്നത്. ഇവരാണെന്ന് പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല, അവർക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ അവർ ചിന്തിച്ചു തുടങ്ങും. അപ്പോഴാണ് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അവർ കാണാത്ത വഴിയിലൂടെ ചിന്തിക്കും, സൊല്യൂഷൻ അവിടെ ഉണ്ടല്ലോ, ഈ വേയിൽ, അപ്പോൾ വൈ ഡോണ്ട് യു അപ്ലൈ ഇൻ യുവർ ലൈഫ് എന്ന് നമ്മൾ ചോദിച്ചു. അപ്പോഴാണ് അവർ റീതിങ്ക് ചെയ്യുന്നത്. അതുവരെ അവർ പറയും യാതൊരു ഹോപ്പുമില്ല, ഒന്നുമില്ല, ഇത് ഇനി ശരിയാവാൻ പോകണില്ല എന്നൊരവസ്ഥയിൽ നിന്ന് ശരിയാവുമെന്ന അവസ്ഥയിലേക്ക് ഇവർ എത്തിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് കാരണം. നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റും, മറ്റുള്ളവരുടെ പ്രശ്നത്തിന് നമ്മൾ ബെസ്റ്റാണ് സൊല്യൂഷനൊക്കെ കൂടെ നമ്മുടെ ലൈഫിൽ പറ്റുന്നില്ല. ഇതാണ് ഇതിൻ്റെ കാരണം. ഇപ്പം ഓരോ സെക്ഷൻസിനും എടുക്കുന്ന ഇപ്പം എല്ലാവരും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ആണോ എന്ന് ആളുകൾക്ക് എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാവും. അത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ആളുകൾ സാധാരണയായിട്ട് ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് തന്നെയാണ് സൈക്കോളജിസ്റ്റിൻ്റെ? ഓരോ സൈക്കോളജിസ്റ്റിലും റേറ്റ് വ്യത്യസ്തമാണ്. എല്ലാവരും ഒരുപോലെ എല്ലാവരും ചാർജ് ചെയ്യുന്നത്. എൻ്റെ ക്ലിനിക്കിൽ എനിക്ക് തോന്നുന്നു അഫോർഡബിൾ പ്രൈസ് ആണെന്നാണ്. പക്ഷെ നല്ല നമ്മൾ പെർ സെഷനാണ് ചാർജ് ചെയ്യുന്നത്. ചിലർ നല്ല പൈസ ചാർജ് ചെയ്യുന്നവരുണ്ട്, വളരെ കുറച്ച് ചാർജ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ സർവീസ് എന്ത് ക്വാളിറ്റി ആയിട്ടുള്ള സർവീസാണോ അവർക്ക് കിട്ടുന്നത് അതനുസരിച്ചാണ് അവർ തീരുമാനിക്കേണ്ടത്. പക്ഷേ റേറ്റിൽ വ്യത്യാസമുണ്ട്. ഒരു മെഡിക്കൽ ഡോക്ടറെ കാണുന്ന പ്രൈസ് ആയിരിക്കില്ല. കാരണം ഒരു മെഡിക്കൽ ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് 5 to 10 മിനിറ്റ്സിനുള്ള കൺസൾട്ടേഷൻ തീരും. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ കൺസൾട്ടേഷൻ ആവറേജ് 1 മണിക്കൂർ കൺസൾട്ടേഷൻ വരും. ഒരു ദിവസം സൈക്കോളജിസ്റ്റിന് കാണാൻ പറ്റുന്നത് ഒരു 10 പേരോ 12 പേരോ ഉള്ളൂ. ചിലപ്പോൾ അതിൽ കുറവാ കാണാൻ പറ്റുള്ളൂ, ഡിപ്പെൻസ്. മറ്റവർക്ക് എത്ര പേരും. അപ്പോൾ അതിനുള്ള അവരെ ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ചാർജ് മേടിക്കും. ഇപ്പം പല രീതിയിലുള്ള പല ആളുകൾ അല്ല പല ക്യാരക്ടേഴ്സുള്ള ആളുകൾ പലരുടെ ഇമോഷൻസ് ആണ് വന്നിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഇത്രയും ആളുകൾ വന്ന് സംസാരിക്കുമ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, സൈക്കോളജിസ്റ്റ് ഇവരുടെ എല്ലാ വിഷമങ്ങളും ഉള്ളിലെടുക്കോ അല്ലെങ്കിൽ ഇവരുടെ എല്ലാ കഥകളും കേൾക്കില്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു സൈക്കോളജിസ്റ്റ് അതിനെ രീതി എങ്ങനെയായിരിക്കും, അത് മാനേജ് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും? ഷിജിന പറഞ്ഞത് വളരെ കറക്റ്റാണ്. സൈക്കോളജിസ്റ്റുകൾ എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വന്നിട്ടുണ്ട്. കാരണം നമുക്ക് 2 കാര്യമാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയൻറ്റ് അടുത്ത് എമ്പതി ആൻഡ് സിമ്പതി ഉണ്ട്. എമ്പതി എന്ന് പറഞ്ഞാൽ ഞാൻ എമ്പതി പ്രകടിപ്പിക്കാവും. സിമ്പതി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം എൻ്റെ പ്രശ്നമായിട്ട് മാറി അവരൊപ്പം ഞാൻ കരയുന്നു, ഞാൻ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. ഇത് വരുന്ന വ്യക്തി ആരാണെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ആ രീതി. പിന്നെ പേഷ്യൻസ് നമുക്ക് നല്ലപോലെ വേണം, ലിസൺ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ വ്യക്തിയെ നമ്മൾ കേട്ടിട്ട കാര്യം അവരോട് തന്നെ തിരിച്ച് നമ്മൾ പറയണം. ഒരു നിമിഷം പോലും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ ഇരിക്കരുത്. വരുന്ന ആൾ വലിയൊരു പ്രശ്നത്തിന് വലിയ പ്രതീക്ഷയോടുകൂടി വരുന്നത്, എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷനായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയില്ലെങ്കിൽ അവർ പിന്നെ അടുത്ത തവണ തിരിച്ചു വരില്ല. കാരണം അവരെ കംഫർട്ടാക്കണം, അറ്റ്ലീസ്റ്റ് ഒരു റിലീഫ് കിട്ടിക്കണം. അപ്പോൾ ഇതിലൊക്കെ ചില റിലീഫ് മാത്രമല്ല, ഉടനെ ഒരു സെഷൻ കൊണ്ട് തന്നെ അവരുടെ എക്സ്പെക്റ്റേഷൻ വളരെ ഹൈ ആയിരിക്കും. നമ്മൾ ചോദിക്കുക എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് ആദ്യമേ ചോദിക്കും. എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. രാവിലെ മുതൽ ഈ ഒരു കേൾക്കുന്ന നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ, സന്തോഷം ഷെയർ ചെയ്യാനല്ലോ, പ്രശ്നങ്ങളാണ്. അത് ഫസ്റ്റ് നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മൈൻഡ് വേണം, ഇതൊരു ഇൻട്രസ്റ്റ് വേണം ഈ ഒരു മേഖലയിൽ. ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ഒത്തിരി പേര് സൈക്കോളജി എടുക്കുന്നതിനെക്കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എന്താണ്. എൻ്റെ മോളെ സൈക്കോളജിക്ക് അല്ലെങ്കിൽ മോനെ സൈക്കോളജിക്ക് വിടുന്നു. ഞാൻ അവരോട് ചോദിക്കുക, ആദ്യം ആ കുട്ടിയുടെ ഇൻട്രസ്റ്റാണ്. മാർക്കറ്റിൽ സൈക്കോളജിസ്റ്റിനുള്ള ഡിമാൻഡോ അല്ലെങ്കിൽ അതിനുള്ള പ്രതിഫലം അല്ല, ഈ വ്യക്തിക്ക് അതിന് എന്തുകൊണ്ടാണ് സൈക്കോളജി, അച്ഛനും പാരൻസ് പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണോ, അത് നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടാണോ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഇത് വേണം, ക്ഷമ വേണം, ലിസൺ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റും. അതേസമയം സൈക്കോളജിസ്റ്റ് തന്നെ മറ്റൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. ഉണ്ട്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രത്യേകിച്ചും ലേഡീസാണ് ഈ ഒരു ഇതിലേക്ക് വന്നിട്ട്. കാരണം ഈ സിമ്പതി എന്ന അവസ്ഥയിൽ അവരാണ് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് അവർ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവർ ഒരു ചെറിയ ഡിപ്രഷനിലേക്കും വേറെ ഇതിലേക്കും പോകുന്ന ഈ ഫീൽഡ് തന്നെ നിർത്തിവെച്ചിട്ടുള്ള ആളുകളെ എനിക്കറിയാം. കൺസൾട്ടേഷന് പോയിട്ട് പിന്നീട് പറ്റാതെ നിർത്തിവെച്ചിട്ടുള്ള കേസുകളുണ്ട്. ഇതൊക്കെ സംഭവിക്കാനും സൈക്കോളജിസ്റ്റും സാധാരണ മനുഷ്യരാണ്. അപ്പോൾ ആ എല്ലാ ഇതും അവർക്കും ഉണ്ട്. അപ്പോൾ അതും സംഭവിക്കാം. ഇപ്പം ബൈപ്പോളാർ കേസസിൽ വരുന്ന സമയത്ത് അത്തരം കേസ് ഇപ്പോൾ ലൈഫ് ലോങ് നമ്മൾ മരുന്നുകൾ കഴിക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പം അത്തരം കേസസിലുള്ള ആളുകൾക്ക് ഇത് എന്താ രോഗാവസ്ഥ മനസ്സിലാവാതെ ഡോക്ടറെ കാണാൻ വരുന്ന സമയത്ത് ആ കേസസിൽ ഏതെങ്കിലും മറക്കാനാവാത്തൊരു
ഒരു കേസ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ബൈപ്പോളറിൽ തന്നെ വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ബൈപ്പോളർ ഡിസോർഡറിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതെങ്ങനെ ഫസ്റ്റ് നമ്മൾ വീട്ടുകാരെ ട്രെയിൻ ചെയ്യും. അവരുടെ വീട്ടുകാരെ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ സിംറ്റംസ് കാണിക്കും. ഉറക്കം നഷ്ടപ്പെടുക, പക്ഷെ ഒരു ക്ഷീണമില്ല. ഓവർ ടോക്കറ്റീവായിട്ട് മാറുക, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഒരു ക്ഷീണമില്ലാതെ. എക്സൈറ്റഡ് ആവുക, നടക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവരുടെ ഇമോഷനിലും ചിന്തയിലും വരിക. ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു വലുതായിട്ട് എടുത്ത് കാണിക്കുക. എന്നെക്കൊണ്ട് അത് സാധിക്കും, ഇത് സാധിക്കും എന്നൊക്കെ പറയുക. എന്തും ഞാൻ ചെയ്തോളാം എന്നുള്ള ഓവർ കോൺഫിഡൻസ്, ഈ തരം കാര്യങ്ങളൊക്കെ വരും. പിരിവിരിപ്പ്, ഒരു സമയത്തും വെറുതെ ഇരിക്കാൻ പറ്റില്ല, ഓവർ തിങ്കിങ് ആയിട്ട് വരും. ഇരിക്കാൻ, നടക്കാൻ ടോക്കറ്റീവ്, ഇറിറ്റൻ്റ് ആയിരിക്കും. ഇതൊക്കെ ലക്ഷണങ്ങൾ തുടങ്ങി. ഫസ്റ്റ് തന്നെ ഉറക്കം നഷ്ടപ്പെട്ട് സംസാരം തുടങ്ങി നമ്മൾ പാരൻസിനോട് പറയും ഇമ്മീഡിയറ്റ്, കാരണം മെഡിസിൻ ചേഞ്ച് ചെയ്യേണ്ട സമയം, കാരണം ഇവർ കൊടുക്കുന്ന മെഡിസിൻ്റെ ഡോസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങിയാൽ കൊണ്ടുവരാൻ പറയും ഹോസ്പിറ്റലിലേക്ക്. ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കേഷൻ തന്നെയാണ് മോട്ടർ വേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണം സൈക്കോതെറാപ്പിയിലേക്ക്. ചില സമയത്ത് ലോ മൂഡിലേക്ക് പെട്ടെന്ന് പറയും, മിണ്ടാട്ടില്ല, കരച്ചിൽ, ഭയങ്കരമായിട്ട് സാഡ് ഫീലിങ്, ഈ വരുന്നൊരവസ്ഥ. ഇത്തരം അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴും വീണ്ടും കൺസൾട്ടേഷൻ ആവശ്യമായിട്ട് വരും. ഇതിൻ്റെ അപ്പുറമുള്ളൊരു സ്റ്റേജ് ഉണ്ട്, സൂയിസൈഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി. അതാണ് ലോ മൂഡിൽ, ഡിപ്രഷനിൽ വരുന്നത്. മറ്റേത് അങ്ങനെയല്ല, വീട് വിട്ട് ഇറങ്ങിപ്പോവുക, മുകളിൽ നിന്നെടുത്ത് ചാടുന്ന ടെൻഡൻസി, ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്നൊരു ടെൻഡൻസി. എൻ്റെ അടുത്ത് വന്നൊരു പെൺകുട്ടി വീട്ടിലെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് തീ കൊളുത്തി. അപ്പോൾ അങ്ങനത്തെ ആ കുട്ടിയെ പുറത്തേക്ക് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ ചിലർക്ക് ഉണ്ടാവാം. നമ്മളൊന്ന് വീട്ടിൽ നിന്നിട്ട് ഓടിക്കളയും, എവിടേക്കൊന്നോ ഇല്ലാത്ത രീതിയിൽ ഓടുന്നൊരവസ്ഥ. ഇതൊക്കെ ഒരു പ്രൊഫൗണ്ട് ഹൈ സ്റ്റേജിൽ വരുന്നതാണ്. ഒരു മോഡറേറ്റ് ലെവലിൽ ബോർഡർ ലൈൻ അല്ല ബൈപ്പോളർ ഡിസോർഡർ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഉണ്ടാകുന്ന ഒരു ഹൈപ്പോമാനിയ എന്ന് പറഞ്ഞ അവസ്ഥ കുറച്ചൊരു ഇതിലുണ്ടാകും. പക്ഷേ അത് അവർ അവയറായിരിക്കും, വലിയ ബുദ്ധിമുട്ടില്ല, മാനേജ് ചെയ്യും. അതുപോലെ ഒരു മേജർ ഡിപ്രഷൻ. 2-3 സ്റ്റേജ് ഉണ്ട്, ബൈപ്പോളർ 1, 2 എന്നൊക്കെ പറഞ്ഞ് ഒരു 2-3 സ്റ്റേജ്. ആ ഡിപ്പെൻഡ് ഏത് സ്റ്റേജിൽ നിന്നനുസരിച്ചാണ് ഇത്തരം കേസുകളിലൊക്കെ എങ്ങനെ സംഭവിക്കുന്നത് എന്ന് കരുതി ഇവർക്ക് കുറച്ചിങ്ങനെ ഹൈപ്പോമാനിക് സ്റ്റേജുകൾ ഇവിടെ ഉള്ളിലുണ്ടെങ്കിൽ അവർ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് ചെയ്ത് പോകുന്നവരുണ്ട്. ഈ ബൈപ്പോളർ ഡിസോർഡറായിട്ട് ഒരു സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ എനിക്ക് എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനും വലിയ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുപോലത്തെ കേസുകളായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ വാക്കുകൾ ഇൻസ്പിറേഷൻ വന്നിട്ട് പോയി സൈക്കോളജി പഠിക്കുന്ന ഒത്തിരി പേരെയും കണ്ടിട്ടുണ്ട്. ഇവിടെ ഫേമസ് ആയ ചില സെലിബ്രിറ്റി വരെ, പേരെനിക്ക് പറയാൻ പറ്റില്ല, എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വന്നിട്ട് എനിക്ക് സൈക്കോളജി പഠിക്കണം. അവർ വിചാരം സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ അവർ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുന്നതാണ്. സ്വയം പരിഹാരം അത് അങ്ങനെ ഒരു തോന്നലാണ്, ഒരിക്കലും ഇല്ല. ഇതേ സമയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് മോട്ടിവേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഡിപ്രഷൻ സ്റ്റേജിന് എന്ത് ചെയ്യാം എന്നൊക്കെ പോയിന്റ്സ് പറഞ്ഞു തരുന്നു. ഇതൊക്കെ ഡോക്ടർ കാണുമ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇൻഫോർമേഷൻ റീൽസിലൂടെ ഒക്കെ പാസ് ചെയ്യുന്നത് ഒത്തിരി പേര്. കാരണം അവരെ സംബന്ധിച്ച് അവരെ റീലോ വീഡിയോ അത് വൈറലാവണമെന്ന് ഒത്ര ഉദ്ദേശം മാത്രമേ ഉള്ളൂ. റൈറ്റ് പേഴ്സൺ അല്ല ഇൻഫോർമേഷൻ കൊടുക്കുന്നത്. അവരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവരുടെ ക്വാളിഫിക്കേഷൻസ്, ഇതൊന്നും കണ്ടിട്ടല്ല. ആളുകൾ എന്തെങ്കിലും ഇൻഫോർമേഷൻ ആര് തരുന്നു എന്നുള്ളത് അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഇൻഫോർമേഷൻ അതെവിടെ നിന്ന് വരുന്നു, ആ ഇൻഫോർമേഷൻ കാണുമ്പോൾ അതിനോട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. ഇവർ ഏതെങ്കിലും ഒരു ഗൂഗിൾ തപ്പിയോ അല്ലെങ്കിൽ ഒരു ചാറ്റ് GPT ചോദിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് വായിച്ചിട്ടോ ഒരു കണ്ടൻറ്റ് മാത്രം എടുത്തിടും. അതിൻ്റെ മുമ്പുണ്ട് അവസാനമുണ്ട്, ഇത് രണ്ടും പറയില്ല, നടുക്കഷ്ണം എടുത്തിടും. എന്നിട്ട് ഇവർ തന്നെ ഒരു അഡ്വൈസും കൊടുക്കും. ആ അഡ്വൈസ് ഫോളോ ചെയ്യുന്നുണ്ട്, ഇത് കുഴപ്പത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. ഇപ്പം ബൈപ്പോളർ കേസസിൽ വരുന്ന സമയത്ത് പാരൻസിന്റെ കൂടെ സഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗാവസ്ഥയിൽ വരുമ്പോൾ പാരൻസും കൂടെ അത് സഫർ ചെയ്യുമല്ലോ. തീർച്ചയായിട്ടും അവർ സൈക്കോളജിസ്റ്റിനെ കാണുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കൺസൾട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് പാരൻസിനും കൊടുക്കും കൺസൾട്ടേഷൻ. ഫസ്റ്റ് എന്താണ് ബൈപ്പോളർ ഡിസോർഡർ എന്നുള്ളത് അവരെ പഠിപ്പിക്കണം. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർ എങ്ങനെ ബിഹേവ് ചെയ്യാൻ സാധ്യതകളുണ്ട്, ഇത് വരുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ എപ്പോഴും ബൈപ്പോളർ ഡിസോർഡർ വരുന്നതിന് മുമ്പ് ചില ലക്ഷണങ്ങൾ കാണിക്കും. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എന്തൊക്കെ നിങ്ങൾ ചെയ്യണം. ഇവർക്ക് ഒത്തിരി സംശയങ്ങളുണ്ടാവും, ഇത് മാറുമോ, എന്തൊക്കെ ചെയ്യണം, നിരാശ ഉണ്ടാവും. തീർച്ചയായിട്ടും വീട്ടിലൊരാളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു മാനസിക രോഗം വന്നു, ഇത് രോഗമാണെന്ന് ആദ്യം അറിയണം. രോഗമാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് മെഡിസിൻ. എന്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇവർക്കും കൺസൾട്ടേഷൻ നമ്മൾ കൊടുക്കാം. ഒരു കൺസൾട്ടേഷൻ അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇവർക്കും കൺസൾട്ടേഷൻ കൊടുക്കണം. ഈ പറഞ്ഞ അഫക്റ്റഡ് ആയ വ്യക്തിക്ക് മാത്രമല്ല എൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക്. അത് രണ്ടിലുണ്ട്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലും കൂടെയുള്ളവർക്കും കൺസൾട്ടേഷൻ കൊടുക്കും. ആ വ്യക്തിയെ മനസ്സിലാക്കണം, ആ വ്യക്തിയുടെ ഇമോഷൻ ചേഞ്ച് ആവുമെന്നും ഒരു ഇൻറ്റൻസ് മൂഡ് ചേഞ്ച് ഉണ്ടാവുമെന്നും ഇതൊക്കെ നിങ്ങളറിയണം. അതുപോലെ ഈ വ്യക്തി
പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ചെയ്യാൻ സാധ്യത കാര്യങ്ങൾ, ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകണം. ഈ ബൈപ്പോളർ ഡിസോർഡർ ഉള്ളവർ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇവർ ഉറക്കം കറക്റ്റായി ഉണ്ടാവില്ല. അപ്പോൾ ആ ഉറങ്ങാൻ ഇവരെങ്ങനെയും ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഉറക്കം കറക്റ്റ് അല്ലെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് വീണ്ടും അസുഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത ഒരു എപ്പിസോഡ് ഉണ്ടാവാൻ അനുവദിക്കരുത്. മെഡിസിൻ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ്, ആ മെഡിസിൻ കറക്റ്റായിട്ട് കഴിക്കണമെന്ന് ഉറപ്പ് വരുത്തണം. ഇടയ്ക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ കുറയും. അപ്പോൾ പിന്നെ എന്തിന് മെഡിസിൻ കഴിക്കണം, വീട്ടുകാരുടെ ഹെൽപ്പോടുകൂടി തന്നെ അങ്ങ് നിർത്തിക്കളയും. അപ്പോൾ അത് പാടില്ലെന്നും, നിർത്തിക്കഴിഞ്ഞാൽ ഇതിലും മുമ്പുണ്ടായാലും വേഴ്സ്റ്റായിട്ട് ഇത് വരും എന്നുള്ള കാര്യം ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഓക്കെ. ഇതിപ്പം കുറച്ച് നേരം മരുന്ന് കഴിച്ചത് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും വളരെ മോശമായിട്ട് തിരിച്ചെത്തിയ പേഷ്യൻസ് ഉണ്ട്. മെഡിസിൻ കഴിച്ച് നല്ലപോലെ പോയിരുന്ന് തെറാപ്പിക്കായിട്ട് പോയി കുഴപ്പമൊന്നുമില്ലാണ്ടായപ്പോൾ അവർ തന്നെ സ്വയം നിർത്തി. ആര് ചോദിച്ചു നിർത്തിയെന്ന്? ഞങ്ങൾ നിർത്തി. എന്തുകൊണ്ട് നിർത്തി? പിന്നെ കുഴപ്പമൊന്നും കണ്ടില്ല. ഓക്കെ, നിങ്ങൾ സൈക്യാട്രിസ്റ്റ് പറഞ്ഞിട്ടാണ് നിർത്തി? അല്ല, ഞങ്ങൾ നിർത്തി. അവസാനം വളരെ വേഴ്സായിട്ട്, അയ്യോ ഡോക്ടറെ അന്ന് 3 മെഡിസിൻ തന്നോളൂ, ഇപ്പോൾ 6 കഴിക്കാൻ വേണ്ടി. കാരണം കണ്ടീഷൻ വേഴ്സായി കഴിഞ്ഞു. 2, 3, 4 എപ്പിസോഡ് നിങ്ങൾ ബൈപ്പോളർ ഡിസോർഡർ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും ലൈഫ് ലോങ് മെഡിസിൻ എടുക്കേണ്ടി വരും. അതേസമയം തുടക്കം മുതൽ ഡോക്ടർ പറയുന്നതിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ മൈൽഡ് ടു മോഡറേറ്റ് കേസുകളിൽ നമുക്കൊരു കുറച്ച് സർട്ടൺ പീരീഡ് മെഡിസിനൊക്കെ നിർത്തി നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ. പിന്നെ വല്ലപ്പോഴും ഒരു ഫോളോ അപ്പ് ആവശ്യമുള്ളൂ. മരുന്ന് എപ്പോഴും നിർബന്ധമാണ്. ഇപ്പം അത് നമ്മൾ തെറാപ്പി ബൈപ്പോളർ ഡിസോർഡർ ഉണ്ടെങ്കിൽ മരുന്ന് നിർബന്ധമാണ്. ഇപ്പം ഒരുപാട് പുതിയ കാര്യങ്ങളാണ് ഇൻഫോർമേഷൻ കിട്ടി. എനിക്കൊന്നും ഇപ്പം ഈ പോഡ്കാസ്റ്റ് കാണുന്നവർക്ക് പലർക്കും ഇത്തരം സിറ്റുവേഷനിൽ പോവുകയാണെങ്കിൽ എന്താണ് രോഗാവസ്ഥ എന്ന് മനസ്സിലാവാത്ത ആളുകളുണ്ട്. ചിലപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു സൈക്കോളജിസ്റ്റിനെ കാണാനും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാനും അതൊരു ഭാഗം സാധിക്കുന്നെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പം ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതിൽ, ഇൻഫോർമേഷൻ കിട്ടിയതിൽ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.